ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞു കാണും ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ പേപ്പർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ PSCൻ്റെ സൈറ്റിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഇന്നോ നാളെയായിട്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 008 2024 008 2024. ഓക്കെ, അതാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പബ്ലിക് വർക്ക്സ് ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 2 ഇൻ PWD ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ഏകദേശം സാലറി സ്കെയിൽ വരികയാണെങ്കിൽ 31,100 മുതൽ 66,800 വരെയാണ് സാലറി സ്കെയിൽ. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ്. ഗ്രേഡ് 2 ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ സിവിലാണ് പോസ്റ്റിന്റെ നെയിം. ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടാകുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു PWD ഇറിഗേഷൻ പോസ്റ്റ്. കാരണമുണ്ട്, ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞ പോലെ ഇത് BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ITI മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കായിട്ട് ഏജ് ലിമിറ്റ് വരികയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ നോർമൽ ഏജ് ലിമിറ്റാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞത് കഴിഞ്ഞ തവണ അതേ ക്വാളിഫിക്കേഷൻ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് സർട്ടിഫിക്കേഷൻ അണ്ടർ KGTE ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് സർട്ടിഫിക്കേഷൻ വിൽ ഇൻക്ലൂഡ് ഓൾ ദ 4 ഗ്രൂപ്പ് വിച്ച് ഈസ് ബിൽഡിംഗ്, ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നത് അത് വേണം. അതിനകത്ത് ഓർ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ്? പാസ് ഇൻ 8 സബ്ജക്ട്സ് നെയിംലി സർവേയിങ് ആൻഡ് ലെവലിംഗ് ഹയർ, അതിൻ്റെ ഹയറിലേക്ക് പറ്റും. അതുപോലെ തന്നെ അപ്ലൈഡ് മെക്കാനിക്സ്. ഓക്കെ, അതുപോലെ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഹയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ വരുന്നുണ്ട്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ വരുന്നുണ്ട്. എർത്ത് വർക്ക്സ് ആൻഡ് റോഡ് മേക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ ജിയോമെട്രിക് ഡ്രോയിങ് ആൻഡ് പ്രാക്ടിക്കൽ പ്ലേസ് ആൻഡ് സോളിഡ് ജോമെട്രി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഇതിൻ്റെ കൂടെ മെൻസ്ട്രുവേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ ദ ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ്മാൻ സിവിലിൻ്റെ അകത്തുള്ള ഡിപ്ലോമ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓർ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ 18 months ഓഫ് കോഴ്സ് ഫോളോഡ് ബൈ 6 month പ്രാക്ടിക്കൽ ട്രെയിനിങ്, അതായത് 6 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ്. അതായത് ഒരുപാട് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, നോർമലി നമുക്കറിയാം ഇപ്പോൾ വരുന്ന എല്ലാ PSC എക്സാംസിൻ്റെ അകത്തും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് തരാറുണ്ട്. ഇതിനു മുമ്പേ ഏതൊക്കെ ട്രേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിച്ചിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാമിനും പരിഗണിക്കുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു പേജിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെഷൻ കാണാം. ഇക്വലന്റ് ക്വാളിഫിക്കേഷനിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, ദ ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ വിച്ച് വേർ അക്സെപ്റ്റഡ് ആസ് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ്. ഓക്കെ, അതായത് കഴിഞ്ഞ സെലക്ഷൻ സമയത്ത് ഈ പോസ്റ്റിന് കൺസിഡർ ചെയ്ത ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ്. ദ കാൻഡിഡേറ്റ്സ് possessing these qualification can apply for the post by clicking the apply now button. അതായത് ഈ ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഡയറക്ട്ലി അപ്ലൈ നൗ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നത്. സച്ച് കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് പ്രൊഡ്യൂസ് എനി സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദെയർ ഇക്വലൻസി. അതായത് ഈ ക്വാളിഫിക്കേഷനിലെ ആളുകൾ ഇക്വലൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷനാണ് ഓൾറെഡി കൺസിഡർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് നോക്കാം. ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 2 ഓവർസിയർ ആണ്. ഗ്രേഡ് 2 ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ സിവിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കേഷൻ ഇൻ ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ്, 4 സബ്ജക്റ്റുകൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് വരുന്നുണ്ട്. അതുപോലെ പ്രൊഫഷണൽ നാഷണൽ NAC സർട്ടിഫിക്കറ്റ്, NTC, NCVT ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാം. അതുപോലെ തന്നെ SCVT വരുന്നുണ്ട്, സിവിൽ ഡ്രാഫ്റ്റ്മാൻ വരുന്നുണ്ട്. SCVT ഡ്രാഫ്റ്റ്മാൻ സിവിൽ വരുന്നുണ്ട്. BTech ഹോണേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയേഴ്സ്, അതായത് BTech കഴിഞ്ഞവർക്ക് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ MTech ഇൻ സിവിൽ എഞ്ചിനീയേഴ്സും കഴിഞ്ഞവർക്കും പറ്റും. അതുപോലെ തന്നെ MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പറയും, MTech ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പറ്റും, MTech ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതുപോലെ തന്നെ MTech ഇൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് വരുന്നു, MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ MTech കഴിഞ്ഞ ആളുകൾക്കും BTech കഴിഞ്ഞ ആളുകൾക്കും ഒക്കെ പറ്റും, സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ആരും മടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് വേറെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഒന്നും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്, ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റാണ്. ആ ലിസ്റ്റ് എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും റിക്വയർമെൻറ്റും കാര്യങ്ങളുള്ളൊരു നോട്ടിഫിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് വരുന്നുണ്ട്, അവിടെ സിവിൽ സർവേയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ITC സിവിൽ ഡ്രാഫ്റ്റ്മാൻ കഴിഞ്ഞിരിക്കണം. അതുപോലെ NTC സർവേയർ കഴിഞ്ഞിരിക്കണം. BTech സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആണ്. അതുപോലെ BE സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആണ്. അതുപോലെ തന്നെ MTech ഇൻ വാട്ടർ റിസോഴ്സ് ആൻഡ് ഹൈഡ്രോ ഇൻഫോർമാറ്റിക്സ് ഉണ്ട്, MTech ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിനകത്തും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കഴിഞ്ഞവരാണ്, അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 3 ക്വാളിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിനകത്ത്
നമുക്ക് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയി KGC സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് NCVT സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, MTech എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി, MTech വാട്ടർ റിസോഴ്സസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് 9ാമത്തെ വരുന്നത് MTech ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ MTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് നിങ്ങൾ കോമൺ ആയിട്ട് ആലോചിക്കുക, ബിടെക് സിവിൽ പറ്റും, സിവിൽ കഴിഞ്ഞവർക്ക് ഈ പോസ്റ്റിന് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ MTech സിവിൽ കഴിഞ്ഞവർക്കും ഈ പോസ്റ്റിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അവസാനം വരെ കാണാം, കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ളതായിരുന്നു. ആ നോട്ടിഫിക്കേഷനകത്ത് 206/2020 നോട്ടിഫിക്കേഷൻ വന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പബ്ലിക് ഡിപ്പാർട്ട്മെന്റിനകത്ത് 12 വേക്കൻസിയാണ് വന്നത്. 12 വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ അത് ഇപ്പോൾ എക്സാം നടന്ന അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നത് 24/5/2022. അതിന് ശേഷം ഏകദേശം 613 അഡ്വൈസസ് പോയി. അതായത് 12 വേക്കൻസി ആയിട്ട് വന്ന ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഓൾറെഡി 613 അഡ്വൈസസ് പോയി. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. 3 വർഷമാണ് ഒരു വാലിഡിറ്റി ഉണ്ടാവുക, ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. 3 ഇയേഴ്സ് ആണ് വാലിഡിറ്റി ഉണ്ടാവുക. ആ 3 ഇയേഴ്സിൻ്റെ അകത്ത് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു 2022 ഇതിന്റെ വന്നത്. 2023 5ാം മാസം ഓക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. 2024 5ാം മാസം ആകുമ്പോൾ 2 വർഷം. 2025 5ാം മാസം ആകുമ്പോഴത്തേക്ക് 3 വർഷം. അപ്പോൾ 3 വർഷം വാലിഡിറ്റിയിലത് ഏകദേശം ഇതിന് 1000ന്റെ മുകളിൽ അഡ്വൈസസ് എന്തായാലും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്കറിയാം PWD ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളും ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി. അപ്പോൾ ഇനിയും ഒരു വർഷത്തോളം 1.5 വർഷത്തോളം ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ആവാനുണ്ട്. അപ്പോൾ അത്രയും വേക്കൻസികൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ലിസ്റ്റ് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി വിളിച്ചത് കാരണം ഇനിയും ആ ഒരു എക്സ്പയർ ആകുന്ന സമയത്ത് തന്നെ അടുത്ത റിക്രൂട്ട്മെന്റ്, അതായത് അടുത്ത എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് അതിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു തത്രപ്പാട് തന്നെയാണ് ഇത്രയും നേരത്തെ തന്നെ വിളിച്ചത്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഓൾറെഡി ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനകത്ത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് മാത്രമേ ഉള്ളൂ. എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ ഒരു ലിസ്റ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന വേക്കൻസി ഒക്കെ അതിനകത്ത് കേടാവും. പക്ഷേ ആ ലിസ്റ്റ് തീരുന്ന സമയത്ത് തന്നെ അടുത്ത ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ അവരൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തുവിടുന്നത്. ഓക്കെ, അത്യാവശ്യം വേക്കൻസി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെയാണ് എത്രയും നേരത്തെ വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ PSCൻ്റെ ഒരു കണക്ക് പ്രകാരം എക്സാം ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ നടന്ന് അതിൻ്റെ ഒരു 1.5 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി, അതായത് ആ നോട്ടിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ജൂലൈയിലൊക്കെ കഴിഞ്ഞ എക്സാംസിൻ്റെ ഒക്കെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ തുടങ്ങുക. കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുക്കാം. ആ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ അക്കാദമിക് കൗൺസിൽ വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി കോഴ്സ് നമുക്ക് റണ്ണിങ് ആണ്. ഓവർസിയർ ഗ്രേഡ് 1 ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 2 ഉണ്ട്, ഓവർസിയർ ഗ്രേഡ് 3 ഉണ്ട്. ഇതിൻ്റെ 3 ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. നമുക്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡ് 2 ഓവർസിയർ ആണ്. ഓവർസിയർ ഗ്രേഡ് 3 ആണെങ്കിൽ, ഓവർസിയർ ഗ്രേഡ് 3 ആണ് പ്യുവർലി ITA ബേസ്ഡ് ഉള്ള ഒരു എക്സാം ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അതിനകത്ത് പഠിക്കേണ്ട കണ്ടന്റുകൾ വളരെ കുറവായിരിക്കും. അതിനെ തൊട്ട് മുകളിൽ വരുന്നൊരു എക്സാമാണ് ഓവർസിയർ ഗ്രേഡ് 2. അതായത് കുറച്ചുകൂടി കണ്ടന്റ്, ഓവർസിയർ ഗ്രേഡ് 2-നകത്ത് കുറച്ചുകൂടി കണ്ടന്റ് കൂടുതൽ പഠിക്കാനുണ്ടാവും. ഓവർസിയർ ഗ്രേഡ് 1 ആയിക്കോട്ടെ, അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടി ഡിപ്ലോമ ഹോൾഡേഴ്സിന് മാത്രമേ, അല്ലെങ്കിൽ ഡിപ്ലോമ ബിടെക് ഹോൾഡേഴ്സിന് മാത്രമേ എഴുതാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ഓവർസിയർ ഗ്രേഡ് 1. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് കൂടുതൽ പഠിക്കേണ്ടത്. സിലബസ് നോക്കുന്ന സമയത്ത് സെയിം സിലബസ് ആയിരിക്കും, പക്ഷേ പഠിക്കേണ്ട കണ്ടന്റുകൾ കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കോഴ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, താങ്ക് യു.